എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഒരു ആരാധനയിലൂടെ അങ്ങേ ദർശിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും അടുക്കും ചിട്ടയും താളാത്മകവുമായ ഒരു ജീവിതം ക്രമീകരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുന്നതുമായിരിക്കട്ടെ. ഈ പ്രിയജനത്തോടും അടിയനോടും ഒന്നതുപോലെ മനസ്സരിഞ്ഞ് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ വിനയത്തോടും ആത്മഭാരത്തോടും കൂടെ ആയിരിക്കുന്ന ദൈവജനമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോക സംഭവങ്ങൾ ഇന്ന് നമ്മെ നയിക്കുന്ന ജീവിത സാഹചര്യം, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകതയിലേക്കും അർത്ഥശൂന്യതയിലേക്കും വിരൽ ചൂണ്ടുമ്പോൾ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും ജീവിതത്തെ താളാത്മകമായ ഒരു അനുഭവത്തിലേക്ക് നയിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നല്ല ആലോചന നൽകുകയാണ്. അതിനെ അടിസ്ഥാനമായി എടുത്തിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തു ജീവിതത്തിന്റെ താളം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മെ ചിന്തിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും ജീവിതം ക്രമം തെറ്റിയതായ അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ക്രമീകൃതമായ ജീവിത ശൈലിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നല്ല ചിന്തകൾ നൽകുകയാണ്. ഈ പ്രപഞ്ചത്തെ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചത് തികച്ചും താളാത്മകമായ ഒരു അനുഭവത്തിലൂടെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനവും താളാത്മകമായ ഒരു അനുഭവമാണ് എന്ന് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാറ്റിനും മഴയ്ക്കും കാലങ്ങൾക്കും ദിവസത്തിനുമൊക്കെ അതിൻ്റെതായ താളങ്ങളുണ്ട്. ഈ താളാത്മകമായ ജീവിതങ്ങൾ ആനന്ദകരമായ ഒരു ജീവിത അനുഭവത്തിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. താളാത്മകമായി ചിട്ടപ്പെടുത്തിയ ഒരു സംഗീതം അത് ഹൃദ്യമാകുന്നത് കേൾക്കുന്നവരുടെ ഹൃദയത്തെയും ശരീരത്തെയും അത് സ്പർശിക്കുമ്പോഴാണ്. എന്നാൽ അത് താളം തെറ്റിയതായ അനുഭവമാകുന്നുവെങ്കിലോ അത് കേൾക്കുന്നവർക്ക് അരോചകവും കേൾക്കുന്നവരെ വിരസമായ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യും. കാലത്തിന്റെ താളം പിഴയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. താളാത്മകമായി ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം ഇന്ന് മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി താളം തെറ്റിയ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രകൃതിയിന്മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം പ്രകൃതിയുടെ താളത്തെ തെറ്റിച്ചു. വെള്ളപ്പൊക്കവും വരൾച്ചയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും നാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. കാറ്റിന്റെയും മഴയുടെയും താളം പിഴയ്ക്കുമ്പോഴാണ് കൊടുങ്കാറ്റും പേമാരിയും കടന്നു വരുന്നത്. ഇവിടെ ഇതേ അനുഭവം തന്നെയാണ് മനുഷ്യ ശരീരത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ. വളരെ ക്രമീകൃതമായും ഒരു താളാത്മകമായ അനുഭവത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു അടുക്കും ചിട്ടയിൽ അവന്റെ ജീവിതത്തിൽ അവൻ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് താളാത്മകമായ ഒരു ജീവിതത്തിലൂടെ
ജീവിതങ്ങളെ മുമ്പോട്ട് നയിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇത് പലപ്പോഴും മനുഷ്യ ശരീരത്തിന് ചില താളപ്പിഴകൾ സംഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള താളപ്പിഴകൾ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ രോഗം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നു. ഇങ്ങനെ മനുഷ്യ ജീവിതം ക്രമരഹിതമായ അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയും ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന, താളം തെറ്റിയ, അടുക്കും ചിട്ടയുമില്ലാത്ത, ഒരു ക്രമവുമില്ലാത്ത ജീവിത അനുഭവങ്ങളിലേക്ക് ഇന്നത്തെ ആധുനിക മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ള വസ്തുത ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇവിടെ മനുഷ്യ ജീവിതങ്ങളിൽ പല സങ്കീർണമായ പ്രശ്നങ്ങളെ ഈ നാളുകളിൽ അഭിമുഖീകരിക്കുകയാണ്. മാരകമായ രോഗങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ തുടങ്ങിയവ മനുഷ്യ ജീവിതത്തിന്റെ താളം പിഴയ്ക്കുന്ന അഥവാ താളരഹിതമായ അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതത്തിലേക്ക് തള്ളിവിടുന്നു. കോപവും മദ്യവും മയക്കുമരുന്നുകളും, ചില ജീവിതത്തിലെ ദുർശീലങ്ങളും അലസതകളും മനുഷ്യ ജീവിതത്തെ താളം തെറ്റിയ അനുഭവത്തിലേക്കാണ് വഴി നടത്തുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ മനുഷ്യനെ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നിലനിർത്തി. ദൈവവും മനുഷ്യനുമായുള്ള കൂട്ടായ്മയാണ് മനുഷ്യ ജീവിതത്തെ താളാത്മകമായി മുമ്പോട്ട് നയിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ അകലുവാനും സ്വയം നീതീകരിക്കുവാനും ദൈവമില്ലാതെ ജീവിക്കാമെന്നുള്ള ചിന്തയോടുകൂടെ മുമ്പോട്ട് പോയപ്പോൾ അവന്റെ ജീവിതം താളം തെറ്റിയ അനുഭവമായി അഥവാ താളമില്ലാത്ത, അടുക്കും ചിട്ടയില്ലാത്ത ജീവിതത്തിന്റെ ക്രമമായി മാറ്റപ്പെട്ടു. അതിന്റെ ഒരു ഉൽപ്പന്നമാണ് ദൈവത്തെ ആരാധിക്കാതെയും നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു ചിന്ത. എന്നാൽ വേദപുസ്തകം യഹോവയാകുന്ന ദൈവം മോശമുഖാന്തര ന്യായപ്രമാണം നൽകുമ്പോൾ അവിടെ പറയുന്നത് 6 ദിവസം അധ്വാനിച്ചതിന്റെ വേലമൊക്കെയും ചെയ്യുക, 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കുക. ദൈവം നൽകിയ ഒരു ജീവിതക്രമമാണ്. പ്രിയപ്പെട്ടവരെ, 6 ദിവസം നീ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കുകയും ഒരു ദിവസം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് അതിൽ ദൈവം നിന്നെ നടത്തിയവൻ, നിന്റെ ശരീരത്തിൽ ആരോഗ്യം നൽകിയവൻ, താളാത്മകമായ ഒരു ജീവിതത്തിന്റെ ഉടമയാക്കി നിന്നെ തീർത്തവൻ, അധ്വാനിക്കാനുള്ള ആരോഗ്യവും ഉപജീവന മാർഗങ്ങളും എല്ലാ നന്മകളും നൽകി 6 ദിവസം നിന്നെ പരിപാലിച്ച ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ തികച്ചും താളാത്മകമായ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഉടമയായി മനുഷ്യൻ മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ജീവിക്കുവാൻ ഒരു ക്രമം വച്ചിട്ടുണ്ട്. ഈ ക്രമത്തെ തെറ്റിക്കുന്നുവെങ്കിൽ മനുഷ്യ ജീവിതം വളരെ നാശോന്മുഖമായ അനുഭവത്തിലേക്കാണ് കടന്നു പോകുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ വസിക്കുവാനുള്ള പ്രപഞ്ചത്തെ ഒരുക്കുകയും അതിന് ഒരു ക്രമവും താളവും ഒക്കെ ദൈവം ക്രമീകരിച്ചു. ആ ദൈവം ക്രമീകരിച്ച താളവും ക്രമവും തെറ്റിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ അലക്ഷ്യമായി അതെ ഇന്ന് ഒരു ലക്ഷ്യവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്നും ദൈവം അവന് ജീവിക്കുവാനുള്ള ഒരു ക്രമം ഈ ഭൂമിയിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നും നാം ചിന്തിക്കുമ്പോൾ ആ താളാത്മകമായ ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇത് നാം പാഠമായി വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് യേശു ശിഷ്യന്മാരുമായി ഗെരസേന്യ ദേശത്ത് എത്തിയപ്പോൾ അവർക്ക് എതിർപ്പെട്ടതായ ഒരു മനുഷ്യനാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ വളരെ കാലമായി നിരവധി ഭൂതങ്ങൾ ബാധിച്ചവൻ, വസ്ത്രം ധരിക്കാത്തവൻ, വീട്ടിൽ പാർക്കാത്തവൻ, ശവക്കല്ലറകളിൽ പാർക്കുന്നവൻ. അവനെ ബന്ധിക്കുവാൻ ചങ്ങലകൾക്ക് വിലങ്ങുകൾക്ക് കഴിഞ്ഞില്ല. അവൻ ഈ ചങ്ങലകളെ വിലങ്ങുകളെ തകർത്തുകൊണ്ട് കാടുകളിലേക്ക്, ഈ അശുദ്ധ
പരിശുദ്ധാത്മാവ് അവനെ നയിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോയ ഗേസന്യ ദേശത്തിന്റെ ഒരു പ്രതിനിധി ഈ മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരവും മാനസാന്തരവുമാണ് നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് അഥവാ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും രൂപാന്തരമോ മാനസാന്തരമോ സംഭവിക്കുന്നുണ്ടോ? ഇത് പലപ്പോഴും താളം തെറ്റിയ ജീവിതത്തിന്റെ ഉടമകളാണ് ഞാൻ നിങ്ങളും. ദൈവം വെച്ചിരിക്കുന്ന ഒരു ജീവിതക്രമം കൊണ്ട് അലക്ഷ്യമായ ഒരു ജീവിതാനുഭവങ്ങളിലേക്ക് മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ദുർനടപ്പുകളുടെ വഴികളിലൂടെ സഞ്ചരിച്ച് ഏതൊരു ലക്ഷ്യമില്ലാതെ ഇന്ന് ജീവിതം പോകുന്ന ലോകമാനവ ജനത. അതിന്റെ പ്രതീകമാണ് ഈ ഗരസേന്യ ദേശത്തിലെ ഭൂതഗ്രസ്തൻ എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ 3 പ്രധാന കാര്യങ്ങളിലാണ് ഈ ഭൂതഗ്രസ്തന്റെ മാനസിക അവസ്ഥ ഇതെത്തി നിൽക്കുന്നത്. ഒന്നാമത് സ്വയം നശീകരിക്കുന്ന സ്വഭാവം. ഇന്ന് പലപ്പോഴും ആധുനിക മനുഷ്യന്റെ ജീവിതത്തിലും ഈ നശീകരണ സ്വഭാവം കണ്ടുവരുന്നു. സ്വയം നശിക്കുന്ന മനോഭാവങ്ങൾ. അത് നാശോന്മുഖമായ വഴികളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടായിരുന്നിട്ട് ആ വഴി മാറി ദൈവ വഴിയെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കാത്ത ലോകമാനവ ജനത. സ്വയം നശീകരിക്കുക എന്ന് പറയുമ്പോൾ ദുർനടപ്പുകൾ, മദ്യവും മയക്കുമരുന്നിനും അടിമപ്പെടുക, ജീവിതത്തെ നശിപ്പിക്കുക, അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുകയും താളാത്മകമായ ജീവിതക്രമം വിട്ട് അതെ എങ്ങനെയെങ്കിലും ജീവിതം മുൻപോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുകയും തന്റെ സ്വന്തം കുടുംബത്തിനും താനായിരിക്കുന്ന ഇടങ്ങളിലും നാശോന്മുഖമായ നശീകരണ സ്വഭാവങ്ങൾ വരുത്തി വയ്ക്കുന്നവരുടെ പ്രതിനിധി. 2, താനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആകാത്ത വിധം അകപ്പെട്ടു പോയി എന്ന ചിന്ത. ഇന്ന് അനേക മനുഷ്യരെ ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു രക്ഷയില്ല, ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു വിടുതലില്ല, എന്റെ ജീവിതം ഒന്ന് കരകയറ്റുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, ഈ അവസ്ഥയിൽ ഞാൻ നശിച്ചു പോകുമെന്ന ലോക ചിന്ത. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയിൽ നിന്നും ദൈവോന്മുഖമായി ഒരു വിശ്വാസ ജീവിത ക്രമീകരണത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നയിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ക്രമപ്പെടുത്തുവാനും താളപ്പിഴകളെ അതിജീവിച്ചുകൊണ്ട് താളാത്മകമായി അടുക്കും ചിട്ടയുമായി ഒരു ജീവിതം ക്രമീകരിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമതായിട്ട് കുടുംബം ഉൾക്കൊള്ളുന്ന സാധാരണ സാഹചര്യങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടവർ. അതേ പ്രിയമുള്ളവരെ, കുടുംബ ജീവിതങ്ങൾക്ക് അത്ര പ്രാധാന്യം കൽപ്പിക്കാത്ത ആധുനിക കാലമാണ്. കുടുംബ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ദുർനടപ്പുകളുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ജീവിതം അടുക്കും ചിട്ടയില്ലാത്ത അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നവരുടെ പ്രതിനിധി. ഇത്തരം സാഹചര്യങ്ങളാണ് ഇന്ന് താളാത്മകമായ ജീവിതത്തെ താളരഹിതമായ താളപ്പിഴകളുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ 2 ചിന്തകളാണ്. അത് ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു താളാത്മകമായ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കുവാൻ ഞാൻ ഇവിടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതെ ഉള്ള ജീവിതക്രമം താളരഹിതമാണ് എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കൂടാതെ നാം ഒരു ജീവിതം ക്രമീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ജീവിതം പരാജയത്തിന്റെ അനുഭവങ്ങളായിരിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുവില്ലാതെ, ആരാധനകളില്ലാതെ, ലോകത്തിന്റെ ഇன்பങ്ങളിലൂടെ ലോകം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന മാസ്തരിക ലോകം കെട്ടിപ്പിടിക്കുവാൻ മക്കളെ അഭ്യസിപ്പിക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക ജനത. ചിലപ്പോഴൊക്കെ നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലും ലഭിച്ചു എന്നിരിക്കാം. അവിടെ താളം തെറ്റിയ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതക്രമം കൊണ്ട് എന്താണ് നമുക്ക് നേടുവാനുള്ളത്? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് താളാത്മകമായ ക്രമീകരണമായ അടുക്കും ചിട്ടയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ അതിന് ക്രിസ്തു നായകനായ ഒരു ജീവിത ശൈലി അനുഭവപ്പെടുത്തിയെടുക്കുക. ഇന്ന് സ്വയം നിയന്ത്രണമില്ലാത്ത ലോക മനുഷ്യൻ നിയന്ത്രണങ്ങളില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ
താളരഹിതമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അടുക്കും ചിട്ടയും ക്രിസ്തു തലയായ ഒരു ജീവിതക്രമം അനുഭവപ്പെടുത്തിയെടുത്താൽ അത് ജീവിതം വിജയകരമായി നയിക്കുവാനും നമ്മെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബത്തിന് ഒരു അടുക്കും ചിട്ടയും ആ കുടുംബത്തിൽ വളർന്നു വരുന്ന തലമുറകൾക്ക് ആ അടുക്കും ചിട്ടയിലൂടെ വളരുവാനായിട്ട് കഴിയും. ഇവിടെ താളം തെറ്റിയ ഒരു മനുഷ്യന്റെ അഥവാ ജീവിതക്രമം തെറ്റിയ ഒരു മനുഷ്യന്റെ ജീവിത വിവരണമാണ് ലൂക്കോസ് സുവിശേഷകൻ നമുക്ക് നൽകുന്നത്. യേശുവും ശിഷ്യഗണങ്ങളും ഇവിടെ ഗെരസേന്യ ദേശത്ത് എത്തിയപ്പോൾ വളരെ കാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ അവരെ എതിർപ്പെടുകയാണ്. അശുദ്ധാത്മാവ് ബാധിച്ചതുകൊണ്ട് അവന്റെ ജീവിതം താളപ്പിഴകൾ നിറഞ്ഞതായ ഒരു അനുഭവമായിരുന്നു. വസ്ത്രം ധരിക്കാതെ, വീട്ടിൽ പാർക്കാതെ, ശവക്കല്ലറകളിൽ പാർക്കുന്ന ഒരു വ്യക്തിത്വം. ചങ്ങലയും വിലങ്ങും കൊണ്ട് അവനെ ബന്ധിച്ചിട്ട് അവയ്ക്ക് പോലും അവനെ അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആ ബന്ധനങ്ങളെ എല്ലാം തകർത്തുകൊണ്ട് അവൻ കാടുകളിലേക്ക് ഓടുന്ന ഒരു മനോഭാവം, ജീവിതത്തിന്റെ താളം തെറ്റിയ ഒരു വ്യക്തിത്വം. യേശു അവനെ എതിർപ്പെട്ടപ്പോൾ സുബോധം നഷ്ടപ്പെട്ടതായ ഈ വ്യക്തി യേശുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവന്റെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ സുബോധം നഷ്ടപ്പെട്ടവൻ, ഒരു സ്വഭാവ ഗുണവുമില്ലാത്തവൻ, സ്വയം നിയന്ത്രണമില്ലാത്തവൻ, സാമൂഹിക ബോധമില്ലാത്തവൻ, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്നവൻ, ഇത്തരത്തിലൊക്കെ നാശോന്മുഖമായ ജീവിത അനുഭവങ്ങളിലൂടെ ജീവിതം നയിച്ച ഒരു വ്യക്തി അവൻ യേശുവിനെ എതിർപ്പെട്ടപ്പോൾ അവന്റെ ജീവിതത്തിന് വന്നതായ മാറ്റങ്ങളെ കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തുവില്ലാതെ ജീവിച്ചതായ ഒരു വ്യക്തിത്വം, അവൻ താളബോധമില്ലാതെ, അടുക്കും ചിട്ടയുമില്ലാതെ, അവന് നാശം വരുത്തുന്നവൻ, സുബോധമില്ലാത്തവൻ, സ്വയം നിയന്ത്രിക്കുവാൻ കഴിയാത്തവൻ, കുടുംബം പുലർത്തുവാൻ കഴിയാത്തവൻ, സാമൂഹികമായ ബന്ധങ്ങളിലെല്ലാം അകന്നതായ ഒരു വ്യക്തിത്വം. അവനെ യേശു എതിർപ്പെടുകയാണ് ചെയ്തത്. യേശുവിന്റെ നിയന്ത്രണത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിന് ഒരു സുബോധത്തിന്റെ അനുഭവത്തിലേക്ക് അവൻ കടന്നു വരുന്നു. അശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുന്നു. അവൻ വസ്ത്രം ധരിച്ച് അവൻ യേശുവിന്റെ കാൽക്കൽ ശരണപ്പെടുകയാണ് ചെയ്തത്. ഒരു ചങ്ങലയ്ക്കും അവനെ അടക്കുവാൻ കഴിയാതെ സമൂഹത്തിന് ഉപദ്രവം മാത്രം സൃഷ്ടിക്കുന്നവൻ, കുടുംബത്തിൽ കലഹക്കാരൻ, സാമൂഹികപരമായി വളരെ വേദന ജനിപ്പിക്കുന്ന സ്വഭാവത്തിന് ഉടമയായവൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയതായ സുബോധം അവന് തിരികെ വരികയാണ്. ആ സുബോധം അവനെ വസ്ത്രം ധരിക്കുവാൻ പ്രേരിപ്പിച്ചു. അവനെ സ്വയം നിയന്ത്രണമുള്ളവനാക്കി മാറ്റി. അവൻ യേശുവിന്റെ കാൽക്കൽ വളരെ ശാന്തനായി ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒരു പക്ഷേ ഗെരസേന്യ ദേശത്തിലെ ഭൂതഗ്രസ്തനെ ബാധിച്ചിരുന്ന രോഗവൈകല്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മയും ബാധിച്ചിരിക്കാം. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ താളം തെറ്റിയ, ജീവിതക്രമമില്ലാത്ത ഒരു അനുഭവത്തിലൂടെ നാം ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളതാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് താളാത്മകമായ, ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതക്രമം. 6 ദിവസം അധ്വാനിച്ച് കുടുംബം പുലർത്തി സന്തോഷത്തോടെ ജീവിച്ച് ദൈവം നൽകിയ കുടുംബവും ഒന്നിച്ച് സന്തോഷിച്ച് തലമുറകളെ വളർത്തി അധ്വാനിച്ച് അവർക്ക് ആവശ്യമായ നന്മകൾ നൽകി. ഇതെല്ലാം നൽകിയവനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ 7-ാം ദിവസം കുടുംബമായി ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവാലയത്തിനകത്ത് ഒരല്പം ഒന്ന് അടങ്ങിയിരുന്ന് ദൈവഭയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം. ഇന്നലെ ഞാനൊരു മാതാവിനെ കണ്ടു. അതിങ്ങനെ ഓടി വളരെ ബന്ധപ്പാടുകൂടെ വരുന്നതിനിടെ ഞാൻ എവിടെ പോയി എന്ന് ചോദിച്ചു. ആശുപത്രിയിൽ പോയി. എപ്പോഴാ പോയത്? രാവിലെ പോയി. എപ്പോഴാ തിരിച്ചു വരുന്നത്? വൈകുന്നേരം 4 മണിയാണ്. അപ്പോൾ ആശുപത്രികളിൽ മണിക്കൂറുകളോളം ഇരിക്കുവാനും ആശുപത്രിയിൽ മണിക്കൂറുകൾ ചെലവിടുവാനും നമുക്ക് സമയമുണ്ട്. ഒരു ഡോക്ടറെ കാണുവാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ശാന്തമായിരിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ അല്പം
പ്രിയമുള്ളവരെ, ഒരു ജീവിതം എനിക്ക് ദാനമായി നൽകിയ ദൈവത്തിന്റെ സന്നിധി ഒന്ന് ശാന്തമായിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ക്രിസ്തു അനുയോജ്യമായ ഒരു ജീവിത ക്രമത്തിലൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നാം ഇനി എന്നാണ് സമയം കണ്ടെത്തുന്നത്? 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ആലോചന നൽകിയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം 1-2 മണിക്കൂറുകളാണ് നാം ദൈവവുമായുള്ള ആ ഒരു ആത്മീയ ബന്ധം ആലയത്തിലൂടെ കാത്തു സൂക്ഷിക്കുന്നത്. ഇവിടെ ഇന്ന് മനുഷ്യ ബന്ധങ്ങൾക്ക് താളമില്ലാത്തതായ ഒരു അനുഭവങ്ങളിൽ എത്തിച്ചേരുവാൻ ഒന്നാമത് കാരണം ദൈവാശ്രയമില്ലാതെ നാം കടന്നു പോകുന്നു. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ ചില അഹങ്കാരങ്ങൾ നമ്മെ അനുവദിക്കുന്നില്ല. ഞാനെന്ന പാപം, ഞാനെന്തിന് ദൈവാലയത്തിലേക്ക് പോകണം, ഞാനെന്തിന് ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള ചിന്തകളാണ് ജീവിതത്തെ താളം തെറ്റിയ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും മനുഷ്യ ജീവിതം ക്രമരഹിതമാകുന്ന അനേക ബന്ധനങ്ങൾ, ഈ ഭൂതഗ്രസ്തനെ അനേക ഭൂതങ്ങൾ, അഥവാ ലെഗ്യോൻ എന്നാണ് അവിടെ പറയുന്നത്. അതായത് റോമൻ സൈന്യത്തിലെ 6000 അംഗങ്ങൾ വരുന്ന ഒരു സംഘത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. അങ്ങനെ അനേകം ദുർനടപ്പുകളുടെ പ്രതിനിധിയാണ് നമ്മുടെ ഭൂതഗ്രസ്തൻ. ഇന്ന് നമ്മിൽ പലരും അതേ അനുഭവം തന്നെയാണ്. മദ്യം, മയക്കുമരുന്നുകൾ, ദുർനടപ്പുകൾ, അതിക്രമങ്ങൾ, അനീതി, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയതായ തിന്മ പ്രവൃത്തികൾ, സോഷ്യൽ മീഡിയകളുടെ അമിതമായ ഉപയോഗങ്ങൾ, ഇത് മനുഷ്യ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ക്രമരഹിതമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് എന്തും ബന്ധനങ്ങൾ തന്നെയാണ്. ഇന്ന് പലപ്പോഴും പല ജീവിതങ്ങളും തകർന്നടിയുവാനുള്ള കാരണം അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിത അനുഭവങ്ങൾ. ക്രിസ്തു തലയായ ഒരു ജീവിത അനുഭവങ്ങളിലേക്ക് നാം മടങ്ങി വരുമ്പോൾ താളാത്മകമായ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതക്രമം നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്, ക്രിസ്താനുഭവം താളാത്മക ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ക്രിസ്താനുഭവം എന്ന് പറയുമ്പോൾ ക്രിസ്തുവുമായുള്ള ഒരു ആത്മീയ ബന്ധം, ഈ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുവാനാണ് ആരാധനകളിലൂടെ നാം ശ്രമിക്കുന്നത്. ആരാധനകളിലൂടെ ക്രിസ്തുവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്താനുഭവമായി മാറ്റപ്പെടും. അവിടെ ഒരു ക്രമീകൃതമായ അടുക്കും ചിട്ടയുമുള്ള താളക്രമമുള്ള ഒരു ജീവിതം നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് കഴിയും. നാം ഇന്ന് പാഠമായി വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ ജീവിത താളം നഷ്ടപ്പെട്ട മനുഷ്യന് സംഭവിച്ചത് കാണുവാൻ പട്ടണത്തിൽ നിന്നും നാട്ടിൽ നിന്നും അനേകം ജനം വന്നുകൂടിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ താളം തെറ്റിയ ഒരു മനുഷ്യനെ താളാത്മക ജീവിതത്തിലേക്ക് യേശു തിരികെ കൊണ്ടുവരികയാണ്. തോന്നിയതുപോലെ സ്വയം നിയന്ത്രണമില്ലാതെ ജീവിച്ച ഒരു വ്യക്തിത്വം യേശുവിനെ എതിർപ്പെട്ടപ്പോൾ അവൻ താളാത്മകമായ ഒരു നിയന്ത്രണ വിധേയമായ ഒരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്തവനായി, ചങ്ങലകൾക്ക് പോലും ബന്ധിക്കുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തിത്വം ഇപ്പോൾ യേശുവിന്റെ പാദപീഠത്തിൽ ശാന്തമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്താനുഭവം എന്ന് പറയുന്നത്. ഇന്ന് ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്തവരായി, സ്വയം നിയന്ത്രണമില്ലാത്തവരായി, സ്വയം നശീകരണ സ്വഭാവത്തിലൂടെ ആയിരിക്കുന്ന സമൂഹത്തിന് നാശോന്മുഖമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കുന്ന കുടുംബ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആർക്കും ബന്ധിക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നുവെങ്കിൽ, അതെ, ഇവിടെ ലെഗ്യോൻ ബാധിച്ചതായ വ്യക്തി യേശുവിനെ എതിർപ്പെട്ടപ്പോൾ അവന്റെ ജീവിതം ക്രിസ്താനുഭവമായി മാറ്റപ്പെടുകയാണ്. ആരാലും നിയന്ത്രിക്കുവാൻ കഴിയാത്തവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് യേശുവിന്റെ പാദപീഠത്തിൽ അവൻ ഇരിക്കുകയാണ്. ഇവിടെ ക്രിസ്താനുഭവം ഉള്ളവരായി മാറ്റപ്പെടുമ്പോൾ ഒരു അടുക്കും ചിട്ടയുമുള്ള താളാത്മകമായ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് ചുറ്റുമുള്ളവർ നമ്മെ വിലയിരുത്തുന്നത്. ഈ മനുഷ്യൻ ഇന്നലെ വരെ ഇങ്ങനെയല്ലായിരുന്നു, ഇന്നലെ എന്ത് ശാന്തനായി, സ്വയം നിയന്ത്രിതനായി, വളരെ അച്ചടക്കമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു അടുക്കും
ചിട്ടയുള്ള ഒരു ജീവിത ക്രമത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിത ക്രമങ്ങളിലൂടെ മുമ്പോട്ട് പോകുകയാണ്. പലപ്പോഴും ലോകം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ചില പ്രലോഭനങ്ങളാണ് ഇതിന് കാരണം. സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുന്നില്ല, ആരാധിക്കുവാനുള്ള മനസ്സൊരുക്കമുള്ള പലവിധമായിരിക്കുന്ന ജഡചിന്തകൾ മനുഷ്യ ജീവിതത്തെ കുത്തഴിഞ്ഞ ഒരു ക്രമത്തിലേക്ക് നയിക്കുമ്പോൾ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തലമുറകൾ വഴിതെറ്റുന്നു, ലോക ഇൻപങ്ങളിലേക്ക് കടന്നു പോകുന്നു, അച്ചടക്കമില്ലാത്ത കുടുംബജീവിതങ്ങളായി മാറ്റപ്പെടുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഒരു മടങ്ങിവരവിന്റെ അനുഭവമാണ്. ക്രിസ്താനുഭവത്തിലേക്ക് നാം മടങ്ങി വരണം. അതായത് അടുക്കും ചിട്ടയുമുള്ള ഒരു ക്രമീകൃതമായ ജീവിത ശൈലി നാം ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. താളം തെറ്റിയ ജീവിത അവസ്ഥയിൽ നിന്നും താളാത്മകമായ ഒരു ജീവിതം, ഒരു ക്രമീകൃതമായ ഒരു ജീവിതം നമുക്ക് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ക്രമീകൃതമായ ജീവിത ക്രമങ്ങളെ തകിടം മറിക്കുന്നതെന്തോ അതെല്ലാം ബന്ധനങ്ങളാണ്. മദ്യമോ മയക്കുമരുന്നുകളോ ദുർനടപ്പുകളോ മുൻകോപമോ വൈരാഗ്യ സ്വഭാവമോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിലപിടിച്ച സമയം നഷ്ടപ്പെടുത്തി കളയുന്ന സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമോ, ഇതെല്ലാം നമ്മുടെ താളം തെറ്റിക്കുന്ന ജീവിത ക്രമത്തെ നഷ്ടപ്പെടുത്തുന്ന ആധുനിക ബന്ധനങ്ങളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുതേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്താനുഭവത്തിലേക്ക് നാം മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അതായത് സ്വയം നശീകരിക്കുന്ന അനുഭവത്തിലല്ല, സ്വയം നിയന്ത്രിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, താനായിരിക്കുന്ന സമൂഹത്തിന് നന്മ പകരുന്ന ഒരു അനുഭവത്തിലേക്ക്, താനായിരിക്കുന്ന കുടുംബ ജീവിതത്തെ അടുക്കും ചിട്ടയുമായ ഒരു അനുഭവത്തിലൂടെ വഴി നടത്തുന്നതിലൂടെ ഇങ്ങനെ ക്രിസ്തുവിനോട് ഒപ്പമുള്ള ഒരു ജീവിതമാണ് ക്രിസ്താനുഭവം അഥവാ താളാത്മകമായ അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്നലെ വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇന്നു മുതലെങ്കിലും അടുക്കും ചിട്ടയുമുള്ള താളക്രമമുള്ള സംഗീതാത്മകമായ ഒരു ജീവിതം നയിപ്പാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.